ഒരു ഗുണ്ട ഗ്യാങ് ഉണ്ടോ തമ്മനം ഫൈസലിന്? ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംമാരുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അതൊന്നും പറയാൻ പറ്റും. ഒരു 50 പേരിലധികം ഉണ്ട് ചെറുപ്പക്കാരുണ്ട്. 50 പേരൊന്നുമല്ല, അത് കൂടുതലുണ്ടാവും. ആണോ? താങ്കളുടെ ആരാധന കാരണം വന്നവരാണോ? ആരാധന ഉണ്ടല്ലോ ഇപ്പോഴും. ഇപ്പോഴും ഉണ്ട്. അതൊക്കെ അങ്ങനെ ആ ഒരു പേര് അങ്ങനെ ഉണ്ട്. നമ്മൾ പക്ഷേ അങ്ങനെ വേറെ പരിപാടിയായിട്ടൊന്നും നടക്കുന്നില്ല. 30ഓളം കേസിൽ നിലവിൽ 3 കേസ് തന്നെയുണ്ട്. 3-4 ഉണ്ടാവും. അവസാനമായിട്ട് ഏത് കേസാണ്? അത് ജോണി ആന്റണി എന്ന് പറയുന്ന നമ്മൾ 2021 നേരത്തെ പറഞ്ഞു. അതെ അതെ അതെ. അപ്പോൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ പോലീസ് പല ഗുണ്ടകളെയും അല്ലെങ്കിൽ ഗുണ്ടകളാകുമ്പോൾ നമുക്ക് നാട്ടിലിപ്പോൾ വലിയ രീതിയിൽ ഗുണ്ടകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. നാട്ടിൽ വഴിയെ പോകുമ്പോൾ പോലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ആളുകളെ അടിക്കുക, വീട്ടിൽ കയറി അടിക്കുക, തട്ടിക്കൊണ്ടുപോകും, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. താങ്കൾക്കെതിരെ എന്നെങ്കിലും ഒരു കാപ്പയോ അല്ലെങ്കിൽ ഇത്തരം ഈ ഗുണ്ടാക്ടുകൾ? അല്ല, ഇവിടെ ആദ്യമായിട്ട് കാപ്പ ചുമത്തിയത് തമ്മൻ ഷാജിനെയും റൂറലിൽ ഞാൻ ആലുവയിലായിരുന്നല്ലോ, അപ്പം എനിക്കുമാണ്. ഏത് വർഷം? അത് 2006-ലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഗുണ്ടാക്ട് 2007 സോറി 2007. അന്ന് നിങ്ങൾ രണ്ടുപേരും കാപ്പ ചുമത്തിയാണ്? ഒന്ന് ഫസ്റ്റ് ചുമത്തി. പക്ഷേ അത് നമ്മളപ്പോൾ ഞാൻ അബ്സ്കോണ്ടിങ് ആയിട്ട് ഞാൻ നേരെ ഗൾഫിൽ പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു ജോലിക്ക് പോയതാ, ക്രെയിൻ ഓപ്പറേറ്ററായിട്ട്. അങ്ങനെ അവിടെ പോയി ജോലി ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ട് പണി നിർത്തി. പിന്നെ ഞാൻ പരിപാടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ഈ ചിലപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരെ ഒന്നും തള്ളും മീഡിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ താങ്കൾ പറഞ്ഞു ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഈ പ്രധാന ശത്രു? തമ്മനം ഫൈസലിന്റെ പ്രധാന ശത്രു ആരാണ്? അവരെ പറഞ്ഞ് എന്തിനാ ഹൈപ്പ് ചെയ്യണേ? ഞാനൊരു വില കൊടുക്കാത്ത ആൾക്കാരാ, ഞാൻ ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. മരട് അനീഷും തമ്മനം ഫൈസലും തമ്മിൽ വലിയ കൊടിയ ശത്രുത ഉണ്ടെന്ന് പറയുന്നു. ഈ മരട് അനീഷിനെ ജയിലിൽ വെച്ച് കൊട്ടേഷൻ കൊടുത്തത് താങ്കളാണെന്നൊക്കെ ഒരു കഥകളുണ്ട്. അതൊക്കെ ഇങ്ങനെ കഥകളായിട്ട് തന്നെ കിടക്കട്ടെ. അതുള്ളതാണോ? അല്ല, നമുക്കങ്ങനെ ശത്രുക്കൾ വന്നവർ വരട്ടെ. മരട് അനീഷാണോ തമ്മനം ഫൈസലിന്റെ പ്രധാന ശത്രു? ഞാൻ അങ്ങനെയുള്ള നിങ്ങൾ തമ്മിൽ കുടിപ്പൊക്കെ ഉണ്ടോ ഇപ്പോഴും? അല്ല, നമുക്ക് എൻ്റെ കൂടെ വന്ന വെച്ചാണ്, അല്ലാതെ എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. പിന്നെ തെറ്റാനുള്ള കാരണം എന്താ? തെറ്റാന്നാണ് അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായി. അതിനെ ചൊല്ലി ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസക്കുറവ് വന്നതാണ് ഒരു കൂട്ടുകാരൻ്റെ. അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റ് ഒക്കെ ചെയ്തതാണ്. നമ്മൾ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഒഴിഞ്ഞു മാറിയതാണ്. ഇപ്പോൾ വണ്ടി കത്തിച്ചിട്ടുണ്ട്. അത് ചൊല്ലി ഇനി എന്തുണ്ടാവുമോ എന്താണെന്ന് അറിയാൻ പാടില്ല. വണ്ടി കത്തിച്ചു, 2 ലോറിയാണ് കത്തിച്ചു. ആരുടെ? താങ്കളുടെ ലോറി കത്തിച്ചു? അത് ഇവരാണ്, ഈ മരട് അനീഷൊക്കെയാണ്? അത് കാരണം എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. നമുക്ക് അറിയാൻ പാടില്ല. പോലീസിന് പരാതി കൊടുത്തു. നിയമപരമായിട്ടല്ലേ മുന്നോട്ട് പോകാൻ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യവും നിയമപരമായിട്ടാണ്. ഞാൻ എപ്പോഴും അങ്കമാലി സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതിയായിട്ട് കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം പോലീസാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പോലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ ആ വണ്ടി കത്തിച്ച സമയത്ത് കൊറോണ ആയിരുന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോലും കയറാനായിട്ട് ഒരു അനുവാദം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് കത്തിച്ചപ്പോൾ അവരെ വിളിപ്പിക്കുക പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജയിലിൽ വെച്ചുള്ള കൊട്ടേഷൻ നടപ്പാക്കിയത്. പ്രശ്നങ്ങളങ്ങനെ നടക്കുകയാണല്ലോ. അതിലിപ്പോൾ അതാരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ജയിലിൽ ഇപ്പോൾ സംഭവിച്ചു, അതിൽ 2 പേര് പ്രതിയായി. അതിൻ്റെ പിന്നിലെ കുറേ പേരുണ്ടാവും. അപ്പോൾ ഇവൻ്റെ ശത്രുക്കളായിരിക്കും. ഇവനാരൊക്കെ ശത്രു എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവൻ ഈ ലോകത്തുള്ള എല്ലാവരെയും വെല്ലുവിളിക്കുക. അന്ന് കണ്ടില്ലേ, മാതാം വന്നപ്പോൾ ചൊറിയ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളിക്കും. അതിലിപ്പോൾ ദേഷ്യം കാരണം അവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. നമുക്കറിയില്ല ഇതിനെപ്പറ്റി. ഇല്ല. അപ്പോൾ തമ്മനം ഫൈസൽ ഈ പണി നിർത്തിയെന്ന് പറയുന്നത് 2020. ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി കിടക്കുകയാണ് കുറേ നാളുകളായി. ഞാൻ ഈ ജോണിയാൻ്റെ കേസ് ഉണ്ടാവുന്നതിന് 6 കൊല്ലം മുമ്പാണ് എൻ്റെ വീട്ടിൽ കിണർ കുത്താൻ വന്ന ഒരാളായിട്ട് ഇങ്ങനെ വാക്കുകൾക്കുണ്ടായ ഒരു കേസ് 324 എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്നും തള്ളുണ്ടായത്. അങ്ങനെ ഒരു കേസ് ഉണ്ടായത്. അപ്പോൾ 6 കൊല്ലം മുമ്പ്. അപ്പോൾ ഈ ജോണിയാൻ്റെ കേസിന് 6 കൊല്ലം മുമ്പാണ് ഒരു കേസ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞ കേസുകളൊക്കെയാണ് ഉണ്ടായത്. അന്ന് ഒരുപാട് കേസുണ്ടായിരുന്നു പണ്ടേ.